പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ശരിക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ആ ചോദ്യം എന്താ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ചോദ്യം ചോദിച്ചേക്കുന്നത് ജിൻഡോ CD ആണ്. ജിൻഡോ CD ചോദിച്ചേക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഐ കീപ് ഹിയറിംഗ് ദാറ്റ് ദി ചാൻസസ് ഓഫ് സംതിങ് ഗോയിങ് റോങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് ഇൻസ്റ്റലേഷൻ ഈസ് ഹൈ ഇൻ ദ കേസ് ഓഫ് ലാർജ് സൈസ് ടൈൽസ്, ടോക്കിംഗ് അബൌട്ട് 6x4 ആൻഡ് ബിയോണ്ട്. സോ ഡു യു തിങ്ക് ദിസ് ഇസ് ട്രൂ? അതായത് ജിൻഡോ ഇവിടെ ചോദിക്കുന്നത് വലിയ സൈസ് ടൈൽ, അത് എസ്പെഷ്യലി 6x4 അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വലിയ ടൈൽസ് ആകുമ്പം ഒട്ടിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശരിയാണോ അല്ലയോ എന്ന്. അപ്പം ഈ ഒരു ചോദ്യം ഞങ്ങൾക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട് വീഡിയോസിൽ. പക്ഷേ ഈ ഒരു കമൻറ്റ് ഞങ്ങൾ ഇന്ന് എടുത്തതെന്ന് വെച്ചാൽ വളരെ നല്ല ചോദ്യമാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സെക്ഷൻ കൂടുതലും 160x80 6x4 8x4 ഇവിടെ ഇല്ല, പക്ഷേ 8x4ൻ്റെ ഒരു സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം 160/80 ശരിക്കും സ്മോൾ ടൈൽസിലല്ല അറിയപ്പെടുന്നത്. ഇത് സ്ലാബ് സൈസസിനകത്ത് തന്നെയാണ് നമ്മൾ ഇതിനെ കൂട്ടുന്നത്. അപ്പോൾ ഈ ടൈൽസ് ഒട്ടിക്കുന്ന സമയത്ത് ജിൻഡോ ചോദിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഒട്ടിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ ടൈൽസ് വളരെ ഫോർഗീവിംഗ് ആണ്. ചെറിയ ടൈൽസ് ഒട്ടിക്കുന്നതിന് ബേസിക് മെഷീനറി സ്കിൽസ് മതി. അതായത് കരണ്ടീൻ പേസ്റ്റും സിമെന്റും അതൊക്കെ ഉപയോഗിച്ച് ഇതിന്റെ ലെവൽ നോക്കി അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ നോക്കി അങ്ങനത്തെ ബേസിക് മെഷീനറി വർക്ക് അല്ലെ ടൈലിംഗ് വർക്കിന്റെ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അപ് ടു 120/60 4x2 80/80 ഇതൊക്കെ നമുക്ക് ഒട്ടിച്ച് മാറാം. പക്ഷേ നമ്മൾ സ്ലാബ് സൈസസിലേക്ക് വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടൈൽസ് ഒരിക്കലും ഫ്ലാറ്റ് അല്ല. അതായത് 180 ഡിഗ്രി അല്ല ടൈൽ ഇരിക്കുന്നത്. എപ്പോഴും ടൈലിന്റെ സെന്റർ പോർഷൻ, ഡെഡ് സെന്റർ, ഇപ്പോൾ ഇത് 160/80 ആണെങ്കിൽ ഇതിന്റെ ഡെഡ് സെന്റർ സംവെയർ അറൌണ്ട് 80/40 80 സെന്റിമീറ്റർ ഇവിടുന്ന് 40 സെന്റിമീറ്റർ മേളിൽ നിന്ന് ഒരു പോയിന്റിലായിരിക്കും ഇതിന്റെ സെന്റർ വരുന്നത്. നമ്മൾ ശരിക്കും ഇത് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ഇതിനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് കോർണേഴ്സിനെക്കാട്ടിലും ഒരു സം നാനോ മില്ലിമീറ്റർ പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. സോ ദർ ഈസ് ഓൾവേസ് എ ബെൻഡ് ഇൻ ദീസ് സ്ലാബ് സൈസസ്. നമ്മൾ ഇത് 6x4 ടൈലാണ്. നമ്മൾ 6x4 ടൈലിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം 3x2 അടിയുടെ ഒരു പോയിന്റ് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഈ പോയിന്റ് എപ്പോഴും കോർണേഴ്സിനെക്കാട്ടിലും സ്വല്പം പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഈ കർവ് എന്ന് പറയുന്നത് ഒരു നാനോ മില്ലിമീറ്റർ, അതായത് 1 മില്ലിമീറ്ററിന്റെയും 10 അല്ലെങ്കിൽ 100 ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ആ ഡിഫറൻസ് അവിടെ ഉണ്ട്. സോ വിച്ച് മീൻസ് നമ്മൾ ഈ സ്ലാബ് വിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ബാക്കിൽ പശ അപ്ലൈ ചെയ്തത്, അപ്പം നമ്മൾ ഗ്രൗട്ടിലാണ് വിരിക്കുന്നെങ്കിൽ പോലും, അപ്പൊ ചാന്തിന്റെ പുറത്ത് ഗ്രൗട്ട് ഒഴിച്ചാൽ വിരിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഈ ടൈലിന്റെ ബാക്കിൽ പശ അപ്ലൈ ചെയ്യണം. പശ അപ്ലൈ ചെയ്ത് ഒരു പുട്ടി ബ്ലേഡ് വെച്ച് അതിനെ മൊത്തം വടിച്ച് ഇതിനകത്ത് എല്ലാം ചെയ്ത്, അപ്പം നല്ല ആപ്ലിക്കേറ്റേഴ്സ് അത് ചെയ്യും, ഡെഫിനറ്റ്ലി അത് ചെയ്യും. പക്ഷേ അതിനെക്കാട്ടിൽ നമ്മൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്താണെങ്കിൽ നമ്മൾ ഈ ഒരു 6x4 ടൈലാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു 60 cm/60 cm അതായത് ഇതിന്റെ ഡെഡ് സെന്ററിൽ ഒരു 2x2 ടൈല് വെക്കുവാണെങ്കിൽ ആ ഏരിയയിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വല്പം കൂടുതൽ പേസ്റ്റ് അപ്ലൈ ചെയ്യണം. ആ പേസ്റ്റ് നമ്മൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കർവിന്, ഈ ടൈലിന്റെ ഒരു ബേസിക് ഒരു കർവ് ഉണ്ട്. സോ ഇതൊരു ഫ്ലെക്സി സ്ലാബാണ്. ഇതുണ്ട്, ഞാൻ ഞെക്കുമ്പോൾ ഈ ടൈല് ഞെങ്ങ് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലെക്സി സ്ലാബ്സിന് ഉള്ള ഈ കർവിനെ നിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ കർവിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ടൈൽ അഡ്ഹസീവ് ഒരു ചെറിയൊരു ഏരിയ 2x2 ഡെഡ് സെന്ററിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്നിട്ട് അതിനെ ഗ്രൗട്ടിന്റെ പുറത്ത് സെറ്റ് ചെയ്താൽ ഇതിനകത്ത് ഒരിക്കലും താഴെ ഒരു പൊള്ള സൗണ്ട് വരത്തില്ല. അതേപോലെ കാലാകാലം ഇത് ഡാമേജ് ഇല്ലാതെ ഈ ടൈല് ഫ്ലോറിലിരിക്കും. ഇനി അത് ചെയ്യാൻ നമുക്ക് ഈ ഹാമർ വെച്ച് കൊട്ടി ഉറപ്പിക്കുന്ന ഒരു പരിപാടി സ്ലാബ് സൈസസിനകത്ത് ഒന്നും റെക്കമെൻഡഡ് അല്ല. അതിന് നമുക്ക് വേണ്ടത് വൈബ്രേറ്റർ ആണ്. സോ ഈ വൈബ്രേറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസ് ഏകദേശം ഈ ഡിവൈസ് ഇതുപോലെ ഇരിക്കും. ഈ വൈബ്രേറ്റർ, ഈ ബട്ടൺ അങ്ങോട്ട് ഞെക്കുന്നുണ്ടെ ഈ പോർഷൻ റബ്ബർ പോർഷൻ ആണ്. ഇത് നല്ല ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്ത് താഴെ ഇട്ടേക്കുന്ന സിമെന്റിന്റെ ഗ്രൗട്ടും ഇതിന്റെ പുറകിലുള്ള പശയും നല്ല രീതിയിൽ യോജിപ്പിക്കും. സോ അതാണ് വലിയ സ്ലാബ് ചെയ്യേണ്ട കറക്റ്റ് രീതി. വലിയ സ്ലാബ്സ്, അത് എസ്പെഷ്യലി ഫ്ലെക്സി സ്ലാബ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇപ്പോൾ ഈ ചാരി വെച്ചേക്കുന്ന ടൈല് ഈ മൂവ്മെന്റ് തരുന്ന സ്ലാബ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ രീതി ചെയ്യണം. ഇനി 6x4 സൈസിൽ ഇതിനെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു സ്ലാബും കൂടെ വരും. അതിനാണ് നമ്മൾ റിജിഡ് ബോഡി വിട്രിഫൈഡ് സ്ലാബ്സ് എന്ന് പറയുന്നത്. കജാരിയിൽ അതും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പം ഇന്ന് ജിൻഡോയുടെ ചോദ്യത്തിനാണ് നമ്മൾ ഈ ഉത്തരം തന്നെ. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ഇടണം. പറ്റുമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ അതിന്റെ മറുപടി തരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.